ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ട്രൈബർ. ഇത് ട്രൈബറിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. അപ്പോൾ ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരുന്നൊരു വാഹനമാണ്. അത് മാത്രവുമല്ല, ഇതിൻ്റെ ഒരു പ്രൈസ് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക മെയിൻ പോയിൻ്റായിട്ട്. നമ്മളിപ്പോൾ ഓരോ വാഹനത്തിനും ഓരോ യൂണീക്ക് പോയിൻ്റുകൾ, സെല്ലിംഗ് പോയിന്റുകൾ നമ്മൾ പറയും. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഇതൊരു പ്രൈസ് റേഞ്ച് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് പറയുന്നത്. ഏറ്റവും ബേസ് മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 7,30,000 എന്നതാണ് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. 7 സീറ്ററാണ് ഈ വാഹനം. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ഹാഷ് ബാക്ക് ഒക്കെ വാങ്ങുന്ന വിലയിൽ നിങ്ങൾക്കൊരു 7 സീറ്റർ വാഹനം നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ അടുത്തത് ഏറ്റവും ടോപ്പ് എൻഡാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ വേരിയൻ്റ് ആണ് വേണ്ടതെങ്കിൽ 990, ഓട്ടോമാറ്റിക് പതിപ്പിന് 1050 ഓൺ റോഡ് വരുന്നത്. ഒരു മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാലും 10 ലക്ഷം രൂപയ്ക്കുള്ളിലാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു വാഹനം നോക്കുന്ന ഒരു ബഡ്ജറ്റ് 7 ലക്ഷം 8 ലക്ഷം വരെ റേഞ്ചിൽ പോകുന്നുണ്ട്. അത്യാവശ്യം ബഡ്ജറ്റുള്ള വാഹനങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ അത്യാവശ്യം ആളെണ്ണമൊക്കെ കൂടുതലാണ്, നിങ്ങൾക്ക് കുറച്ച് ലഗേജൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്, അല്ല ചെറിയ എന്തെങ്കിലും കച്ചവടങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് പരിഗണിക്കാം. കാര്യം ഇതൊരു 5 സീറ്ററായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ലഗേജ് കൊണ്ടുപോകുന്ന സമയത്ത് അതല്ല 7 പേരുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സീറ്റൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ റിയർ പോർഷനിൽ ഇളക്കി മാറ്റാം. ഇത് തൊട്ട് താഴത്തെ വേരിയൻറ്റ്, ഈ ഒരു ടോപ്പ് എൻഡിൽ നിന്ന് തൊട്ട് താഴത്തെ വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് 917 ഓൺ റോഡ്, 978 ഓട്ടോമാറ്റിക്കിനും വരുന്നുണ്ട്. അതായത് തൊട്ട് താഴത്തെ വേരിയൻറ്റ് ഓട്ടോമാറ്റിക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കുള്ളിൽ അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് പതിപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 1 lakh rupees ഇതിൻ്റെ ഒരു മിനിമം ഡൗൺ പേയ്മെൻറ്റ് വരുന്നത്. ടോപ്പ് എൻഡ് വാഹനം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 7 വർഷം വരെ ഫിനാൻസ് സൗകര്യം കിട്ടും. ഏകദേശം ഒരു 14,000-നും 15,000-നും ഇടയിലായിരിക്കും ഈ ഒരു ടോപ്പ് എൻഡ് വാഹനത്തിൻ്റെ മന്ത്ലി EMI നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്കൊന്ന് കിടക്കാം. ഓരോ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു സബ് 4 മീറ്റർ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനമാണ്. ഒരു 3990 എന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ടോട്ടലി വരുന്നത്. അപ്പോൾ ഒരു ഹുഡിൻ്റെ പോർഷനിലേക്ക് അത്യാവശ്യം സ്പേസൊക്കെ കുറച്ച് ഉള്ളിലേക്ക് മാക്സിമം സ്പേസ് കൊണ്ടുവരുന്ന രീതിയിലാണ് ചെയ്തത്. ഇപ്പോൾ ഡാഷ്ബോർഡൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വലിപ്പത്തിലുള്ള ഡാഷ്ബോർഡിൽ അവിടെയും കുറച്ച് ഒതുക്കിയാണ് ചെയ്തേക്കുന്നത്. മാക്സിമം സ്പേസ് നമുക്ക് അതുകൊണ്ട് തന്നെ 3 റോയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ പോർട്ടബിൾ എല്ലാം യൂണിറ്റ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്യാവശ്യം വിസിബിലിറ്റി നമുക്ക് രാത്രി സമയത്ത് കിട്ടും. അതിലിട്ട് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഗ്രില്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ക്രോം എലമെൻറ്റ്സ് ഒക്കെ ഗ്രില്ലിൽ അവൈലബിൾ ആണ്. താഴ്ഭാഗത്ത് എയർ ഡാമിൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം എയർ ഡാമിൻ്റെ ഒരു എയർ ഇൻടേക്ക് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ വരുന്നുണ്ട്. DRL ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. LED DRL നൽകിയിട്ടുള്ളത്. ഒരു ക്രോം സ്ട്രിപ്പ് കൂടി അവിടെയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഫ്രണ്ട് പോർഷനിൽ പറയാനായിട്ടൊന്നുമില്ല. ഹുഡിൻ്റെ പോർഷനിലൊക്കെ ആയാലും അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഹുഡിൻ്റെ പോർഷനിൽ വരുന്നുണ്ട്. ഡുവൽ ടോൺ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഈ കിടക്കുന്നത് ഡുവൽ ടോൺ വാഹനമാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പില്ലറൊക്കെ നോക്കിക്കഴിഞ്ഞാലും മിററിലേക്ക് വരുന്നു കഴിഞ്ഞാലും ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ വൈറ്റിനകത്ത് ബ്ലാക്ക് കൂടി വരുന്ന സമയത്ത് നല്ല രസമുണ്ട് അത് കാണുന്നതിന് വേണ്ടിയിട്ടും. സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ക്ലാഡിങ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഫ്രണ്ടിൻ്റെ പോർഷൻ മാത്രമേ ക്ലാഡിങ് വരുന്നുള്ളൂ. ഇവിടെ താഴ്ഭാഗത്ത് നമ്മൾ ക്ലാഡിംഗ് ഒന്നും അവൈലബിൾ അല്ല. ഇത് ചില സ്റ്റിക്കർ വർക്കിലാണ് നൽകിയിട്ടുള്ളത്. ഇതൊരു ഡെമോ കാർ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നൽകിയിട്ടുള്ളത്. നിങ്ങൾ പുതിയ വണ്ടി മേടിക്കുമ്പോൾ ഇതൊന്നും കാണത്തില്ല, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡെമോ കാർ ആയതുകൊണ്ട് ഒരു പരസ്യം പോലെ നൽകിയിട്ടുണ്ടെന്നേ ഉള്ളൂ. വീൽ ടയറിലേക്ക് വരുന്ന സമയത്ത് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഇതൊരു വീൽ കപ്പാണ്, പക്ഷേ ഇത് അലോയ് ആണെന്ന് ഒട്ടത്തുള്ളിൽ പറയുകയുള്ളൂ. സ്റ്റൈഡ് വീൽസ് എന്നാണ് ഇതിനെ നമുക്ക് പൊതുവെ പറയാറുള്ളത്. 15 ഇഞ്ചാണ് ടയർ സൈസ്. 185/65 R15 ആണ് ഇതിൻ്റെ ഒരു ടയർ പ്രൊഫൈൽ വരുന്നത്. ഓൾറെഡി ലെങ്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ഏകദേശം ഒരു 3990 ആ ഒരു റേഞ്ചിൽ വാഹനത്തിന് ലെങ്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ റൂഫ് റെയിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം ഫംഗ്ഷനിങ്ങും ആണ്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അത്യാവശ്യം വേണമെങ്കിൽ എന്തെങ്കിലും ലഗേജോ ഒക്കെ ബോക്സോ ഒക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഡോർ ഹാൻഡിൽസൊക്കെ ക്രോം എലമെൻറ്റ്സിലാണ് വരുന്നത്. ക്യാരക്ടർ ലൈൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വിക്റ്റിലേക്ക് വരുന്ന സമയത്ത് 1739 ആണ് വിക്റ്റ് വരുന്നത്. 1643 ഹൈറ്റ് വരുന്നുണ്ട്. 182 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ മോശമല്ലാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുള്ളതായിട്ട് കാണാം. കാര്യം 7 സീറ്ററാണ്. തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് തലതട്ടുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹൈറ്റിൽ ചെയ്തേക്കുന്നത്. ഒരു ക്വാർട്ടർ ഗ്ലാസ് കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോറൊക്കെ അത്യാവശ്യം വലിപ്പത്തിലാണ് വരുന്നത്. കാര്യം ഈ ഒരു സെക്കൻഡ് റോയിൽ കൂടി വേണമല്ലോ തേർഡ് റോയിലേക്ക്. അതുകൊണ്ട് തന്നെ ഡോറിനൊക്കെ നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നമുക്ക് 90 ഡിഗ്രി അടുപ്പിച്ച് വരെ ഓപ്പണിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ കയറുന്നവർക്കൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരികയില്ല. റിയർ സൈഡിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇനി റിയറിലേക്ക് വരാം. റിയർ പ്രൊഫൈലിൽ റിയർ വൈപ്പർ ഡീഫോക്കൽ ലൈൻസൊക്കെ അവൈലബിൾ ആണ്. ഫ്രണ്ട് പോർഷനിലായിട്ടാണ് ആൻറ്റിന നൽകിയിട്ടുള്ളത്. ഹൈ മോഡ് സ്റ്റോപ്പിലാണ് വരുന്നതെന്ന് പറഞ്ഞു. റെനോൾട്ടിൻ്റെ ഒരു ലോഗോയും ട്രൈബർ എന്നൊരു ബ്രാൻഡിങ് വരുന്നുണ്ട്. വലിപ്പത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ബൂട്ട് സ്പേസ് നമുക്കിതൊരു 7 സീറ്റർ ആയതുകൊണ്ട് ബൂട്ട് സ്പേസ് വളരെ കുറവാണ്. നോർമലി ഈ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് ഏകദേശം ഒരു 84 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. ഈ ഒരു 2 സീറ്റ് നിങ്ങൾ ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ ഏകദേശം 625 ലിറ്റർ ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് കിട്ടും.
ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇളക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. ഇളക്കി മാറ്റി കഴിഞ്ഞാൽ ഏകദേശം 625 ലിറ്റർ ബൂട്ട് സ്പേസ് കിട്ടും. ഇത് വളരെ സിമ്പിളായിട്ട് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇതേപോലെ വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു താഴ്ഭാഗത്തുള്ളത് നിങ്ങൾക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 6 പേര് പോകുന്നു എന്നെങ്കിൽ ഈ ഒരു സീറ്റ് മാത്രം ഇളക്കി മാറ്റിയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ലഗേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. 5 പേരെ പോകുന്നുള്ളൂ എങ്കിൽ ഈ 2 സീറ്റും ഇളക്കി മാറ്റിയിട്ട് ലഗേജ് സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും അവർ ഏറ്റവും തേർഡ് റോയിലും അവർ കൊടുത്തിട്ടുണ്ട്. തേർഡ് റോയിൽ AC വെൻറ്റും വരുന്നുണ്ട്. കണ്ടോ, ടോപ്പ് എൻഡിൽ ആയതുകൊണ്ട് തന്നെ തേർഡ് റോയിൽ നമുക്ക് AC വെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ കൂളിങ്ങിനൊന്നും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെ കൈയൊക്കെ വെച്ച് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു പോർഷനിൽ വരുന്നുണ്ട്. അത് ചെറിയ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ ഒരു ചാർജിങ് സോക്കറ്റ് കൂടി നമുക്ക് അവിടെ 12 വാട്ട്സിൻ്റെ അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം വിസിബിലിറ്റിയും ഗ്രാബ് ഹാൻഡിൽസും ഒക്കെ ഇവിടെ കേട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് അത്യാവശ്യം കംഫർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. കൈയൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്, ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്, റിയർ AC വെൻറ്റ് വരുന്നുണ്ട്, ചാർജിങ് സോക്കറ്റ് നൽകി അത്യാവശ്യം കാര്യങ്ങൾ തേർഡ് റോയിൽ അവർ നൽകിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് സെക്കൻഡ് റോയിലേക്ക് ഒന്ന് കയറാം. സെക്കൻഡ് റോ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സെക്കൻഡ് റോ വരുന്നത്. അപ്പോൾ സെക്കൻഡ് റോയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു സീറ്റ് റിക്ലൈനിങ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നമുക്ക് ഇപ്പോൾ കിയ സിറോസിലൊക്കെ ഇത് വലിയ കാര്യം പോലെ അവർ എടുത്ത് പറയുന്നുണ്ട്, വളരെ കംഫർട്ടായിട്ട് ഇരിക്കുക എന്നൊക്കെ ഉള്ളത്. ഓൾറെഡി നമുക്ക് ഇതിനകത്തൊക്കെ റിക്ലൈനിങ് ഓപ്ഷനൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല രീതിയിലുള്ള റിക്ലൈനിങ് വരുന്നത് കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് കിടക്കാൻ പറ്റും. കണ്ടോ, സെക്കൻഡ് റോയിൽ ഇരിക്കുന്നത്. അപ്പോൾ തേർഡ് റോയിൽ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ടിന് കിടന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. നല്ല സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഈ ഒരു സീറ്റ് കണ്ടോ, നമ്മുടെ ആവശ്യാനുസരണം സ്പേസ് നമുക്ക് കൂട്ടാം. പുറകിലേക്ക് ആരുമില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം പുറകിലേക്ക് ഇടാം. ഇനി പുറകിൽ പാസഞ്ചേഴ്സ് ഇരിക്കുന്നുവെങ്കിൽ ശകലം ഫ്രണ്ടിലേക്ക് ഇട്ട് അവർക്കൊരു ശകലം സ്പേസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതുമൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. ഈ 2 സീറ്റ് നമുക്ക് അതേപോലെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കണ്ടോ, ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഓൾറെഡി ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ ആംറസ്റ്റ് ഒക്കെ വരുന്നതൊക്കെ ഫ്രണ്ടിലേക്ക് കയറുമ്പോൾ പറയാം. സീറ്റിൻ്റെ പുറകിൽ സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം മാഗസീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. റിയർ AC വെൻറ്റ് ഈ ഒരു പോർഷനിലായിട്ട് റിയർ AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ ആയിട്ടാണ് അതിൻ്റെ കൺട്രോൾ വരുന്നത്. ഒരു ചാർജിങ് സോക്കറ്റ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. സെൻട്രൽ ടണലിൽ വലിയ ഹൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് വളരെ കംഫർട്ടായിട്ടിരിക്കാം. ഡോർ പാഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ലൈറ്റുള്ള കളർ തീമും ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് വാഹനം നമുക്കൊന്ന് ഓടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിനെ സ്റ്റാർട്ട് ചെയ്തു, ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഡാഷ്ബോർഡ് ഫുള്ളി നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. കാര്യം ഇതൊരു ടോപ്പ് എൻഡ് വാഹനമായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞതാണ്. അപ്പം ആംറസ്റ്റ് ഒക്കെ എക്സ്ട്രാ അവർ കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ സ്ലിമ്മായിട്ടാണ് കൊടുത്തേക്കുന്നത്. എന്നിരുന്നാൽ അത്യാവശ്യം ഹൈറ്റിലാണ് അത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ കൈ വളരെ കംഫർട്ടായിട്ട് ആ ആംറസ്റ്റിൽ വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. ഗിയർ ലിവറിന് അത്യാവശ്യം ഹൈറ്റിലാണ് ആ ഒരു ഗിയർ ലിവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗിയർ ഷിഫ്റ്റിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. 5 സ്പീഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് അവർ നൽകിയിട്ടുള്ളത്. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. കുറേ ഇൻഫർമേഷൻസ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ ഒരു 7 സീറ്റർ എന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഡാഷ്ബോർഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിലുള്ള ഒരു ഡാഷ്ബോർഡ് വരുന്നത്. കാര്യം അത്യാവശ്യം ഒതുക്കിയാണ് അവരത് ഡിസൈൻ ചെയ്തത്. കാര്യം ഇവിടെ ഒരു ഡാഷ്ബോർഡിന് മാക്സിമം വലിപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറകെ സൈഡിലേക്ക് ഒന്നും സ്പേസ് നമുക്ക് കിട്ടില്ല. ഹുഡിൻ്റെ പോർഷനിലും അവരത് കൊടുത്തിട്ടുണ്ട് സ്പേസ്. അപ്പോൾ അത്യാവശ്യം മാക്സിമം ഒതുക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു സബ് 4 മീറ്റർ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനം കൂടിയാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ അത്രയും എന്താ പറയുക, ഒരു 3990 mm അടിയിൽ ലെങ്ത് വരുന്നൊരു വാഹനത്തിൽ ഒരു 7 സീറ്റർ കൊണ്ടുവരിക എന്നുള്ളത് അത്യാവശ്യം ശ്രമകരമായ ഒരു കാര്യം തന്നെ. പക്ഷേ നല്ല രീതിയിൽ സ്പേസോട് കൂടി തന്നെ നമുക്ക് കൊടുത്തു. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിലോട്ട് തേർഡ് റോയിലോട്ട് കയറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലുള്ള ആ ഒരു സീറ്റ് മടക്കി കൊണ്ട് തന്നെയാണ് നമുക്ക് കയറേണ്ടത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് മടക്കാനൊക്കെ പറ്റുന്നുണ്ട്. നമ്മൾ തേർഡ് റോയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം കംഫർട്ട്, ലെഗ് റൂം എല്ലാം, ഹെഡ് റൂം എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. കംഫർട്ടായിട്ട് ഇരിക്കാം. AC വെൻ്റൊക്കെ ഉണ്ടെന്നുള്ളത് ഓൾറെഡി ഞാൻ സംസാരിച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് വരാം. ഇതിൻ്റെ ഒരു ഉൾവശത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് അപ്പോൾ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഈ ഒരു വാഹനത്തിൽ നമുക്കില്ല. അത് എടുത്ത് പറഞ്ഞേക്കാം. ഒരു മടങ്ങ് പ്രൈസ് റേഞ്ച് വരുന്ന വാഹനമൊന്നുമല്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു പ്രൈസ് റേഞ്ച് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വളരെ സ്മൂത്താണ് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയ എഫേർട്ടൊന്നും വേണ്ട. നല്ലൊരു കാര്യം തന്നെയാണത്. ഒരുപാട് വലിപ്പവും വരുന്നത്. അത്യാവശ്യം സ്ലിമ്മാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് വരുന്നത്. പിന്നെ റെനോയുടെ ഒരു ലോഗോ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്ലസ്റ്ററിലേക്ക് ഒരു സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആവറേജ് മൈലേജ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ടയർ പ്രഷർ 3 അത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്.
പിന്നെ സർവീസ് ഇൻ്റർവൽ, അതിപ്പോൾ നമുക്ക് അടുത്ത സർവീസ് എന്നാണ്, എത്ര നാൾ വരുന്നുണ്ട്, ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിനകത്ത് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ടീ ബ്രേക്ക് എന്നൊരു സംഭവം നമുക്ക് സെറ്റ് ചെയ്ത്, അപ്പോൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഓടിയതിന് ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. വാഹനം തന്നെ നമുക്ക് റിമൈൻഡർ തരും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറേ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം നല്ലൊരു കാര്യം തന്നെയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന വാഹനത്തിൽ അത്രത്തോളം ഫീച്ചേഴ്സ് വരുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ, സ്റ്റിയറിംഗും ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവർക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിയറിംഗ് നല്ല രീതിയിൽ കംഫർട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വാഹനത്തിൽ വരുന്നത്. ഈ ഒരു പോർഷനായിട്ട് അതിൻ്റെ കൺട്രോൾ നൽകിയിട്ടുണ്ട്. സ്മാർട്ട് കീ ആണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കീ ആണ്. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കിത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. വയർലെസ് ചാർജിങ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. നോർമലി വരുന്ന ഒരു ചാർജിങ് സോക്കറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് ഫോൺ വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അതല്ല വയർലെസ് ചാർജിങ് മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഓൾറെഡി വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ട്രാക്ഷൻ കൺട്രോളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഹിൽ ഹോൾഡും ഒക്കെ വാഹനത്തിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നത് എന്താ പറയുക, അതിന് ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊക്കെ നൽകിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് ആപ്പ് കപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ താഴ്ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഡോക്യുമെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ടോപ്പിലായിട്ടൊരു മിറർ നൽകിയിട്ടുണ്ട്. ലൈറ്റ്സ് വരുന്നുണ്ട്. LED ആണ് ലൈറ്റ്സ് വരുന്നത്. നമുക്ക് സെക്കൻഡ് റോയിലൊക്കെ AC വെൻ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു മിറർ മാനുവലി നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ടിക്കറ്റ് ഹോൾഡർ വേണം. ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് പെട്രോൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 ലിറ്റർ ആണ് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. ഒരു പവറിലേക്ക് വരുന്ന സമയത്ത് 72 PS 96 Nm ടോർക്കും ഏകദേശം ഒരു 19-20 റേഞ്ചിലൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ്. മോശമല്ലാത്തൊരു മൈലേജ് പറയുന്ന ഒരു വാഹനമാണ്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. പവർ കുറവാണ്. എന്നാൽ ഇപ്പോൾ ഭയങ്കര പവറുള്ളൊരു വാഹനമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്താ പറയുക, ഒരുപാട് പവർഫുൾ എഞ്ചിനൊന്നും ഈ ഒരു വാഹനം നൽകിയിട്ടുള്ളത്. 1 ലിറ്റർ എഞ്ചിനകത്ത് വരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനം എന്നതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. കാര്യം ഈ ഒരു വാഹനം ചൂസ് ചെയ്യുന്ന ആരും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊരു വാഹനം നോക്കുന്ന ഒരു കസ്റ്റമർ ആയിരിക്കത്തില്ല ഈ ഒരു വാഹനം ചൂസ് ചെയ്യുന്നത്. അവരുടെ പർപ്പസ് എന്താണ്? അവരുടെ ആവശ്യം നടക്കണം. ഫാമിലി പർപ്പസ്, അതായത് 7 പേർക്ക് പോകാൻ പാടില്ല. അപ്പോൾ 5 സീറ്റുള്ള ഒരു വണ്ടി എടുത്ത്, പെർഫോമൻസ് ഉള്ള ഒരു വണ്ടി എടുത്തിട്ട് ഡിക്കിക്കകത്ത് 2 പേരെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടത് എന്താണ്? ഒരു 7 സീറ്റർ വാഹനം തന്നെയാണ് അതിന് വേണ്ടത്. പ്രോപ്പറായിട്ടുള്ളൊരു 7 സീറ്റർ തന്നെ വേണം. കാര്യം തേർഡ് റോയിൽ കംഫർട്ടായിട്ട് 2 പേർക്ക് ഇരിക്കാനായിട്ട് പറ്റുകയും വേണം. ഈ ഒരു വാഹനം അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനകത്ത് എന്താ പറയുക, ഒരു 90-95% നീതി പുലർത്തിയിട്ടുണ്ട്. കാര്യം സ്പേസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. തേർഡ് റോയിൽ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വാഹനം നോക്കുന്ന കസ്റ്റമർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു പവർ കുറഞ്ഞൊരു വാഹനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോശമല്ലാത്തൊരു മൈലേജ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങ് വളരെയധികം ഹിൽ ഏരിയാസോ ഒന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം ഫ്ലാറ്റ് റോഡ്സും ഇപ്പോൾ റോഡ്സും ഒക്കെ അത്യാവശ്യം നന്നാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആരും ആലോചിച്ച് ബേജാറാവേണ്ട കാര്യമൊന്നും ഇല്ല. വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹിൽ ഏരിയസിനല്ല, അത്യാവശ്യം കയറ്റങ്ങളൊക്കെ ഈ വാഹനം കയറിക്കൊള്ളും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഇതിനെക്കാട്ടി പവർ പറഞ്ഞ പണ്ടൊക്കെ 800 cc ഓൾട്ടോ ഒക്കെ കൊണ്ട് നമ്മൾ 4, 5, 6 പേരൊക്കെ ഇരുന്നിട്ട് അതിനകത്ത് നമ്മൾ ഇവിടെ എല്ലാം നമ്മൾ പോയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഹില്ലും എല്ലാം വണ്ടി കയറിക്കൊള്ളും. അത്യാവശ്യം പവറുള്ള വാഹനമാണ്. വലിയ അങ്ങ് ഓവർടേക്കിങ്ങിനൊന്നും വലിയ വിഷയമൊന്നുമില്ല. ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്താൽ കയറിപ്പോണ്ട കാര്യമേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാം. എഞ്ചിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. മോശമല്ലാത്ത മൈലേജ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് അതും എടുത്തു വേണ്ട ഒരു കാര്യമാണ്. എനിക്ക് 730 എങ്ങാണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ബേസ് മോഡലിന് ഓൺ റോഡ് വരുന്നത്. ഇപ്പോൾ ഒരു ടോപ്പ് എൻഡ് വാഹനം എടുത്താൽ പോലും 10 ലക്ഷം രൂപയ്ക്കുള്ളിലേ അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുള്ളൂ. അങ്ങനെയാണ് റെനോ അതിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ 7 സീറ്റർ വാഹനം ഇല്ല കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വേറെ 7 സീറ്റർ വാഹനം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എർട്ടിഗയിലൊക്കെ പോകണം. അത് 12-13 ലക്ഷമൊക്കെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട്. ബേസ് മോഡൽ തന്നെ 12 അത്രയും കണ്ട് നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ പ്രൈസ്. അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. നല്ലൊരു വാഹനമാണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ്. എനിക്ക് ആവറേജ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഈ ഒരു സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ട സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് കോൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സുമാണ് അവർ നൽകിയിട്ടുള്ള. അതിൻ്റെ കപ്പ് ഹോൾഡറും ഒക്കെ അവൈലബിൾ ആണ്. ഡോർ പാഡിലേക്ക് വന്നാലും 4 ഡോർ പവർ വിൻഡോയും സ്റ്റോറേജ് സ്പേസ്, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും മിറർ ഫോൾഡിങ് ഓപ്ഷനും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നല്ലൊരു വാഹനമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഇത് പരിഗണിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വേറൊന്നുമില്ല. ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ. അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ.